ഐതിഹ്യപ്പെരുമയുടെ ഭക്തിനിർഭരമായ ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ഓണം എത്തിച്ചേരുമ്പോൾ ആറന്മുളയപ്പന് തിരുവോണസദ്യയൊരുക്കാൻ കാട്ടൂർ ഗ്രാമം ഒരുങ്ങിയിരിക്കുകയാണ്. ചോതിനാളിൽ ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും അളന്നു നൽകിയ 51 പറ നെല്ല് കാട്ടൂർ ദേശത്തെ 18 തറവാടുകളിലെ അംഗങ്ങൾ ആചാരപ്രകാരം ഉരലിൽ കുത്തി അരിയാക്കുന്ന ജോലികളാണ് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശാഖം നാൾ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. 500-ലധികം വർഷങ്ങൾക്ക് മുൻപ് കാട്ടൂരിലത്തെ അന്നത്തെ കാരണവർക്ക് തിരുവാറന്മുളയപ്പൻ സ്വപ്നദർശനം നൽകിയെന്ന ഐതിഹ്യമാണ് ഈ ആചാരത്തിന് പിന്നിൽ. കോട്ടയം കുമാരനല്ലൂരിലേക്ക് താമസം മാറിയെങ്കിലും മങ്ങാട്ട് ഭട്ടതിരി എല്ലാ വർഷവും ഉത്രാടം നാളിൽ കാട്ടൂരിലെത്തി ആചാരങ്ങൾ പാലിച്ചു പോരുന്നു. നെല്ലുകുത്ത് നമുക്ക് ചോതി ദിവസമാണ് അളന്നു വരുന്നത്. വിശാഖം ദിവസം ഞങ്ങൾക്കായിട്ട് അളന്നു വരും. ചോതിയിൽ ആറന്മുളയിൽ നിന്ന് അളന്നു വരും. അത് വിശാഖത്തിൻ്റെ ദിവസം ഇവിടെ അളക്കും. ഇവിടെ അളന്ന് 18 വീട്ടുകാർക്കായിട്ട് വീതം വെക്കും. വീതം വെച്ചിട്ട് വിശാഖം മുതൽ ഇവിടെ നെല്ലുകുത്താൻ തുടങ്ങും. തിരുവോണപ്പുലരിയിൽ മധുക്കടവിലെത്തുന്ന മങ്ങാട്ട് ഭട്ടതിരിയെ ക്ഷേത്രഭാരവാഹികളും പള്ളിയോട സേവാ സംഘവും ചേർന്ന് സ്വീകരിക്കും. ഭട്ടതിരി കൊണ്ടുവരുന്ന ദീപം മേൽശാന്തി ഏറ്റുവാങ്ങി ശ്രീകോവിലിലെ കെടാവിളക്കിലേക്ക് പകരും. ഈ വിഭവങ്ങൾ കൊണ്ടാണ് തിരുവോണസദ്യ തയ്യാറാക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ തൃക്കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഭദ്രദീപം തിരുവോണ ദിവസം രാവിലെ ആറന്മുള കെടാവിളക്കിലേക്ക് പകർന്ന് അവിടുത്തെ പൂജയും കഴിഞ്ഞ് സദ്യയും കഴിഞ്ഞാണ് ഞങ്ങൾ മടങ്ങുന്നത്. ഭട്ടതിരിയാണ് വിളക്ക് കൈമാറുന്നത്. പണ്ടൊരിക്കൽ തിരുവോണത്തോണിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് തോണിക്ക് സംരക്ഷണം ഒരുക്കാൻ ആരംഭിച്ചതാണ് ഇന്നത്തെ പ്രശസ്തമായ ആറന്മുള പള്ളിയോടങ്ങൾ എന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട.